ബി.ജെ.പി. സർക്കാർ ഓരോ സംസ്ഥാനത്ത് ഭരണം നടത്താനെത്തുമ്പോൾ അവിടെ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം ബി.ജെ.പി. സർക്കാർ കൊണ്ടുവരും. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപൂനന്ദിലെ ജിമാർട്ടിനൊപ്പം. അതെന്നും ചരിത്ര താളുകളിൽ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ബി.ജെ.പി. സർക്കാർ ഒരു നിർണായകമായ ഒരു നീക്കം നടത്തുന്നത്. ഇവിടെ ഒഡീസയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രപരമായ അല്ലെങ്കിൽ വിപ്ലവകരമായ ഒരു മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതും മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയാണ് ചരിത്രപരമായ ഒരു മാജിക് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും കിൻഡർ ഗാർഡൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കാനാണ് ഒഡീസ സർക്കാരിന്റെ തീരുമാനം. ബി.ജെ.പി. സർക്കാർ ഒഡീസയിൽ 2 വർഷം പൂർത്തിയാകുന്ന വേളയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഈ നിർണായകമായ പ്രഖ്യാപനം നടത്തിയത്. ഒഡീസയിലെ വിദ്യാർത്ഥികൾ സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാതെ ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ നയം നടപ്പിലാക്കുന്നത്. വിദ്യാഭ്യാസം എന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മുൻഗണനയല്ല, മറിച്ച് എല്ലാവരുടെയും അവകാശമാണെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ആരുടെയും വിദ്യാഭ്യാസം മുടങ്ങരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബാംഗങ്ങളെ കുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉന്നത വിദ്യാഭ്യാസം ഭാരമില്ലാതെ തുടരാൻ വലിയ തോതിൽ സഹായകരമാകും. വിദ്യാഭ്യാസം എന്നത് ചിലരുടെ മാത്രം ആനുകൂല്യമല്ല, മറിച്ച് എല്ലാവരുടെയും അവകാശമാണെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇത്രയും വലിയ തോതിൽ KG മുതൽ PG വരെ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനങ്ങളിലൊന്നായി ഒഡീസ മാറുമെന്ന് മുഖ്യമന്ത്രി പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിനായി ഒഡീസ സർക്കാർ ഇതിനകം നടപ്പിലാക്കിയ 2 പ്രധാന പരിഷ്കാരങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചു. സംസ്ഥാനത്ത് പുതിയ വിദ്യാഭ്യാസ നയം വിജയകരമായി നടപ്പിലാക്കി വരുന്നു. ഇതുകൂടാതെ ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഈ സ്കൂളുകൾ സ്ഥാപിക്കും. കൂടാതെ 1ാം ഘട്ടത്തിൽ ലക്ഷ്യമിട്ട 2200 സ്കൂളുകളിൽ 322 എണ്ണത്തിന്റെ തറക്കല്ലിടൽ ഇതിനകം പൂർത്തിയായിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 26,615 അധ്യാപക അനധ്യാപക ജീവനക്കാരെയാണ് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നിയമിച്ചത്. സ്കൂളുകളിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം മെച്ചപ്പെടുത്തുന്നതിനായി അടുത്ത 3 വർഷത്തിനുള്ളിൽ 45,000 അധ്യാപകരെ കൂടി പുതിയതായി നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ സംസ്ഥാനത്ത് 4 പുതിയ സർവകലാശാലകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറയുകയാണ്. കൂടാതെ 2026-27 അധ്യയന വർഷം മുതൽ രാജ്യത്ത് ഉടനീളമുള്ള എല്ലാ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും 6ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും കുറഞ്ഞൊരു ഒരു സംസ്കൃത സെക്ഷനെങ്കിലും നിർബന്ധമായി പ്രവർത്തിക്കണമെന്നാണ് നിർദ്ദേശം. കേന്ദ്രീയ വിദ്യാലയ സംഘം രൂപീകരിച്ച പുതിയ 3ാം ഭാഷാ ചട്ടക്കൂടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിഷ്കാരം രാജ്യത്താകമാനം നടപ്പിലാക്കുന്നത്. വിദ്യാലയങ്ങളിൽ ആവശ്യമായ പുതിയ അടിസ്ഥാന സൗകര്യങ്ങളും അക്കാഡമിക് മാറ്റങ്ങളും കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങൾ സ്കൂൾ അധികൃതർ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമായ KVS ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ സർക്കുലർ മെയ് 29-നാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്.